ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിൻ്റെ പ്രീവിയസ് ഇയർ ആനുവൽ എക്സാം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ വർഷം 2024-25 ഇൻഡിപെൻഡൻസ് സ്കൂളിൽ നടന്ന ആനുവൽ ഇവാലുവേഷൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി പറയുന്നത് ആക്ടിവിറ്റി നമ്പർ 1 ലിസൺ ആൻഡ് ഡു ആണ്. Have you enjoyed the story? Now listen to the teacher and give tick marks against the correct pictures. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ ആദ്യം തന്നെ മിസ്സ് നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരും. ആ കഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള പിക്ചേഴ്സ് ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മറുവശത്തും പിക്ചേഴ്സാണ് ഉള്ളത്. അപ്പോൾ ആ പിക്ചേഴ്സ് നോക്കിയിട്ട് മിസ്സ് പറഞ്ഞ കഥയുമായിട്ട് നോക്കണം മക്കൾ. എന്നിട്ട് ശരിയായത് ഏത് പിക്ചറാണോ അതിന് നേരെ ടിക്ക് അടയാളപ്പെടുത്തി കൊടുക്കാനാണ് ഈ ഒരു ചോദ്യം ഉള്ളത്. ഇത് വളരെ ഒരു എളുപ്പമുള്ള ചോദ്യമാണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല. ഇതിൻ്റെ ആൻസർ കീയിൽ സ്റ്റോറി ഉണ്ടായിരിക്കും. അപ്പോൾ സ്റ്റോറി അനുസരിച്ചിട്ടാണ് മക്കളിവിടെ ടിക്ക് അടയാളപ്പെടുത്തിയിരിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ പിക്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 2 ട്രീസിൻ്റെ പിക്ചേഴ്സാണുള്ളത്. ഒന്നിൽ ആപ്പിളാണുള്ളത് അല്ലേ. അങ്ങനെ ഈ ഒരു കഥയിൽ ഏതാണോ പറയുന്നത് അതാണ് മക്കൾ അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും വരിക, ലിസൺ ടു ദ ടീച്ചർ ആൻഡ് ഡു അക്കോർഡിംഗ്ലി. അപ്പോൾ സാധാരണ ഫസ്റ്റ് ടേം എക്സാമിനും സെക്കൻഡ് ടേം എക്സാമിനും ഒക്കെ നമുക്ക് ഈ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആനുവൽ ഇവാലുവേഷനും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ മക്കൾ എന്താക്കണം, മിസ്സ് പറഞ്ഞു തരുന്ന കഥ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് അതിനനുസരിച്ച് വേണം ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എത്തിയിട്ടുണ്ട്. ഹു ആം ഐ, ഞാൻ ആരാണെന്ന് പറയണം അല്ലേ. ഹിയർ ആർ സം റിഡിൽസ് അബൌട്ട് ദ ക്യാരക്ടേഴ്സ് ഫ്രം ദ സ്റ്റോറീസ് ഇൻ ഹണി ബീസ്. റീഡ് ദം ആൻഡ് ഐഡൻറ്റിഫൈ ദ ക്യാരക്ടേഴ്സ് ആൻഡ് റൈറ്റ് ദ നെയിംസ് ടു ഫിൽ ദ ബ്ലാങ്ക്സ്. ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റിഡിൽസ് ആണല്ലേ. റിഡിൽസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, കടങ്കഥയാണ്, ഇംഗ്ലീഷിലാണെന്ന് മാത്രം. അപ്പം നമ്മൾ ഹണി ബീസ് നമ്മൾ ആക്ടിവിറ്റി ബുക്കിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച ക്യാരക്ടേഴ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തേത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആദ്യത്തേന് ആൻസറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഐ ഹാവ് എ റെഡ് റിങ്, എനിക്കൊരു റെഡ് റിങ് ഉണ്ട്. റെഡ് റിങ് എന്ന് പറഞ്ഞാൽ എന്താ, ചുവന്ന റിങ്. ഐ ഫെൽ ഇൻ ടു റെഡ് പെയിൻറ്റ്, ഞാൻ പെയിൻറ്റിലേക്ക് വീണു. ഐ ബിക്കെയിം റെഡ്, ഞാൻ റെഡ് കളറായി, പെയിൻറ്റിലേക്ക് വീണപ്പോൾ റെഡ് കളറായി. ഹു ആം ഐ, ഞാൻ ആരാണ്, റിൽ. അപ്പോൾ ബാക്ക് ടു ഗ്രീൻ എന്ന ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോയത്. അവിടെ റില്ല്, ദില്ല്, ജില്ലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടേം എക്സാമിനൊക്കെ നോക്കിയതാണ്. അപ്പോൾ അവിടെ നിന്ന് വന്നു അല്ലേ. ആനുവൽ എക്സാമാണ്, ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിൽ ചോദിക്കാം, പഠിച്ചു പോയതൊക്കെ ചോദിക്കാം. അപ്പോൾ റില്ലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്, റില്ലായിരുന്നു അല്ലേ. പെയിൻറ്റിലേക്ക് വീണത് ആരായിരുന്നു, റില്ല്, RIL, റിൽ. രണ്ടാമത്തെ തൊട്ടൊരു മക്കളാണ് ആൻസർ ചെയ്യേണ്ടത്. ഐ ആം എ ബേർഡ്, ഞാനൊരു ബേർഡാണ്. ഐ ആം എ ബിഗ് ബേർഡ്, ഞാൻ വലിയൊരു ബേർഡാണ്. ഐ ക്യാൻ സേ കോക്കഡൂഡിൽ ഡൂ, എനിക്ക് എന്ത് പറയാൻ പറ്റും, കോക്കഡൂഡിൽ ഡൂ എന്ന് പറയാൻ പറ്റും. ആരാണ് മക്കളെ കോക്കഡൂഡിൽ ഡൂ എന്ന് പറയുന്നത്, റൂസ്റ്റർ ആണല്ലേ. റൂസ്റ്റർ, ROOSTER, സ്പെല്ലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ റൂസ്റ്റർ എങ്ങനെയാണ് മക്കളെ സൗണ്ട് ഉണ്ടാക്കുക, കോക്ക് എ ഡൂഡിൽ ഡു, എഴുതി തന്നെ പഠിക്കട്ടോ. ഐ ക്യാൻ സേ കോക്കഡൂഡിൽ ഡു എന്ന് തന്നെ എഴുതി പഠിക്കട്ടോ. അപ്പോൾ റൂസ്റ്ററാണ് ആൻസർ. ബേർഡാണ്, ബേർഡ് തന്നെ വലിയൊരു ബേർഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ക്യാൻ സേ കോക്കഡൂഡിൽ ഡു, ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് റൂസ്റ്റർ എന്ന ഓർമ്മ വരണം. റൂസ്റ്ററിൻ്റെ സ്പെല്ലിങ് കൂടി പഠിച്ചു വെക്കണം, അത് തെറ്റിക്കരുത് കേട്ടോ. അടുത്തുണ്ട് ഐ ആം ഇൻ ദ സ്കൈ, ഞാൻ ആകാശത്തിലാണുള്ളത്. യു ഓൾ ലൈക്ക് മീ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. ഐ ഹാവ് 7 കളേഴ്സ്, 7 കളേഴ്സ് എന്തായിരുന്നു മക്കളെ, ഹു ആം ഐ. ബാക്ക് ടു ഗ്രീൻ ആയിരുന്നു നേരത്തെ വന്നത്. അതിനുശേഷം നമ്മുടെ റൂസ്റ്ററിൻ്റെ ചാപ്റ്ററിൽ നിന്ന് വന്നു അല്ലേ. പിന്നെ വന്നത് ഏതെന്നാണ്, ദ ടീം റെയിനിൽ മക്കൾ റെയിൻബോനെ കണ്ടിട്ടുണ്ടാവും. റെയിൻബോന് എന്താണ്, 7 കളേഴ്സ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ആക്ടിവിറ്റി ബുക്കിൽ റെയിൻബോ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്താ എഴുതേണ്ടത്, റെയിൻബോ എന്ന് എഴുതി കൊടുക്കാം. സ്കൈയിലാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, എനിക്ക് 7 കളേഴ്സാണ് ഉണ്ടാവുക. ആരാണ് ഞാൻ, റെയിൻബോ. അപ്പോൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അടുത്ത എന്താണ്, സിയ ഈസ് മൈ ഫ്രണ്ട്, സിയ എൻ്റെ ഫ്രണ്ടാണ്. ഐ ക്യാൻ ബിക്കെയിം എൻ അംബ്രല്ല, എനിക്കൊരു അംബ്രല്ല ആവാൻ കഴിയും. ഐ ക്യാൻ ബിക്കെയിം എ വീൽ ചെയർ, എനിക്ക് വീൽ ചെയർ ആവാൻ കഴിയും. ഹു ആം ഐ, ആരായിരുന്നു,
ദ റോബോട്ട് എന്ന പാഠഭാഗത്തു നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. സിയയുടെ ഫ്രണ്ട് ആരായിരുന്നു? റോബോ ആയിരുന്നു അല്ലേ? അപ്പോൾ റോബോ എന്ന് നിങ്ങൾക്ക് ഏതാ റോബോട്ട് എന്ന് എഴുതാം. ഏതാണോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് അത് എഴുതാം കേട്ടോ. എന്തായാലും എഴുതാൻ കഴിയിരിക്കണം. അതുകൊണ്ട് തന്നെ സ്പെല്ലിംഗ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് റോബോ എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ലിസൺ ടു ദ ടീച്ചർ ആൻഡ് ഡു വാട്ട് ഷീ സേസ് എന്നായിരുന്നു. രണ്ടാമത്തത് ഹൂ ആം ഐ റിഡിൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫറൻസസ് ആണ്. മക്കളെ നിങ്ങൾ ആക്ടിവിറ്റി ബുക്കിൽ ചെയ്തിട്ടുണ്ടായിരിക്കും ഡിഫറൻസസ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്നും കൂടി ചെയ്തു നോക്കുക. ഇതേപോലെ 2 പിക്ചർ വെച്ച് ചെയ്തു നോക്കുക. ചോദിച്ചിരിക്കും, ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 2 പിക്ചറാണ് തന്നിട്ടുള്ളത്. 2 പിക്ചറിലും കുറേ ഡിഫറൻസസ് ഉണ്ട്. 4 ഡിഫറൻസസ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ മക്കളെ ഒരു വശത്ത് നോക്കിയിട്ട് മറ്റേ വശത്തേക്കും നിങ്ങൾക്ക് എഴുതാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നോക്കൂ. ദ പ്ലാൻ ഹാസ് 3 ഫ്ലവേഴ്സ്. ആ പ്ലാന്റിൽ 3 ഫ്ലവേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ രണ്ടാമത്തെ പിക്ചറിൽ എത്ര ഫ്ലവേഴ്സാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 3 ഫ്ലവേഴ്സ് ആയിരുന്നു ഉള്ളത്. അപ്പം രണ്ടാമത്തെ പിക്ചറിൽ എന്താ ഉള്ളത്? ദ പ്ലാൻ ഹാസ് ഓൺലി 1 ഫ്ലവർ അല്ലേ? അവിടെ 1 ഫ്ലവർ ആണ് കാണുന്നത് അല്ലേ? ഒരു ഫ്ലവർ അല്ലേ കാണുന്നത്? അപ്പം നമുക്ക് എന്ത് എഴുതാം? ദ പ്ലാൻ ഹാസ് 1 ഫ്ലവർ എന്ന് എഴുതി കൊടുത്താൽ മതി. 1ൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ONE. ഫ്ലവറിൻ്റെ സ്പെല്ലിംഗ് മറ്റേ ഭാഗത്തുണ്ട്. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം എഴുതാൻ. ദ പ്ലാൻ ഹാസ് 1 ഫ്ലവർ എന്ന് എഴുതി കൊടുക്കാം. രണ്ടാമത്തെ നോക്കൂ. രണ്ടാമത്തെ ദർ ഈസ് എ ഡാഷ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മറ്റേ വശത്ത് നോക്കുക. ദർ ആർ 2 ബട്ടർഫ്ലൈസ് ഓൺ ദ ഫ്ലവർ. അവിടുത്തെ ഒരു ഫ്ലവറിൻ്റെ മുകളിൽ 2 ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്ര ബട്ടർഫ്ലൈ ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. ദർ ഈസ് എ ഡാഷ് ബട്ടർഫ്ലൈസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മക്കൾ നോക്കുക, ഇവിടെ എത്ര ബട്ടർഫ്ലൈസ് ആണുള്ളത്? അപ്പോൾ ഒന്നാമത്തെ പിക്ചർ നോക്കുക. ഒന്നാമത്തെ പിക്ചറിൽ അവിടെ ഒരു ബട്ടർഫ്ലൈ മാത്രമേ ഉള്ളൂ. 3 ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. 3 ഫ്ലവേഴ്സിൽ നടുവിലെ ഫ്ലവേഴ്സിൻ്റെ മുകളിൽ ഒരു ബട്ടർഫ്ലൈ നിങ്ങൾക്ക് കാണാം. അപ്പം നമുക്ക് എന്താ എഴുതേണ്ടത്? ദർ ഇസ് എ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈൻ്റെ സ്പെല്ലിംഗ് ഒക്കെ മറ്റേ ഭാഗത്തുണ്ട്. പക്ഷെ നിങ്ങളതൊക്കെ പഠിച്ചതാണ്. നമുക്ക് ഡിസ്ക്രിപ്ഷനൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ദർ ഇസ് എ ബട്ടർഫ്ലൈ ഓൺ ദ ഫ്ലവർ എന്ന് എഴുതി കൊടുത്തു. മൂന്നാമത്തത് നോക്കൂ. മൂന്നാമത്തത് കംപ്ലീറ്റ് അല്ല. മൂന്നാമത്തെ എന്തായിരുന്നു? ദർ ഇസ് എ ബേർഡ് ഡാഷ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ ഭാഗത്ത് എന്താ കൊടുത്തത് നോക്കാം. ദർ ഈസ് നോ ബേർഡ് ഓൺ ദ ട്രീ. രണ്ടാമത്തെ പിക്ചറിൽ ഒരു ബേർഡും ഇല്ല അല്ലേ? മരത്തിൻ്റെ മുകളിൽ ഒരു ബേർഡും ഇല്ല. പക്ഷേ ഫസ്റ്റത്തെ പിക്ചറിലുണ്ടോ മക്കളെ? ദർ ഇസ് എ ബേർഡ് ഓൺ ദ ട്രീ അല്ലേ? അവിടെ ഒരു മരത്തിൽ എന്തുണ്ട്? ഒരു കിളിയുണ്ട്. അപ്പോൾ ദർ ഇസ് എ ബേർഡ് എന്ന് നോ എന്ന് വേണ്ട അല്ലേ? ദർ ഇസ് എ ബേർഡ് ഓൺ ദ ട്രീ എന്ന് മാത്രം നിങ്ങൾ ഓൺ ദ ട്രീ എന്ന് മാത്രം എഴുതി കൊടുത്താൽ മതി. ലാസ്റ്റത്തെ നോക്കൂ. ദ ക്ലൗഡ്സ് ആർ ബിഗ്. ഒന്നാമത്തെ പിക്ചറിലെ ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘമാണ് അല്ലേ? വലിയ മേഘങ്ങളാണുള്ളത്. ബിഗ് വൺ അല്ലേ? ദ ക്ലൗഡ്സ് ആർ ബിഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പിക്ചറിൽ സ്മോളാണ്. നിങ്ങൾ നോക്കൂ, 2 ക്ലൗഡ്സും സ്മോളാണ്. അപ്പോൾ ദ ക്ലൗഡ്സ് ആർ. നാലാമത്തെ നമുക്ക് എന്ത് കൊടുക്കുക? ദ ക്ലൗഡ്സ് ആർ സ്മോൾ. അപ്പോൾ സ്മോളിൻ്റെ സ്പെല്ലിങ് നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ സ്മോൾ എന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം ബിഗിൻ്റെ സ്പെല്ലിങ് സ്മോള്, 1, 2 എന്ന് പറഞ്ഞ നമ്പർ നെയിംസ്, ഫ്ലവർ, ബട്ടർഫ്ലൈ തുടങ്ങിയ കാര്യങ്ങളുടെ സ്പെല്ലിംഗ് ഒക്കെ മക്കൾ പഠിച്ചു വെക്കുക. കൂടാതെ ആക്ഷൻ വേർഡ്സ് പഠിക്കണം. ഏതൊക്കെയായിരുന്നു ആക്ഷൻ വേർഡ്സ്? പ്ലേ, ഡാൻസ്, വാക്ക്, റൺ. ഇതൊക്കെയാണല്ലേ. ഇതിൻ്റെ ഞാൻ മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കളറിൻ്റെ പേര്, കളർ നെയിംസിൻ്റെ സ്പെല്ലിങ്ങും കൂടി പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. ഫൈൻഡ് ദ ഡിഫറൻസസ് ആയിരുന്നു. അടുത്ത നോക്കൂ. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ പറയുന്നത് കോൺവെർസേഷൻ ആണ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സിയ ആൻഡ് ഹെർ ഫ്രണ്ട്. സിയയും സിയയുടെ ഫ്രണ്ടും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് മക്കൾക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സിയ ആൻഡ് ദ ഫ്രണ്ട്. അപ്പോൾ ഫ്രണ്ട് ചോദിക്കുകയാണ്, ഹലോ സിയ. എന്തായിരിക്കും ചോദിക്കുക? സിയ അവിടെ ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത്. സിയൻ്റെ ഫ്രണ്ടായിട്ടുള്ള റോബോ കൂടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്തായിരിക്കും ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടാവുക? ഹലോ സിയ, വെർ ഇസ് യുവർ ഫ്രണ്ട്, അല്ലെങ്കിൽ വെർ ഇസ് യുവർ റോബോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ? വെർ ഇസ് യുവർ റോബോ, നിൻ്റെ റോബോ എവിടെ? വെർ ഈസ് യുവർ റോബോ. അപ്പോൾ സി എന്താണ് മറുപടി പറഞ്ഞത്? ഐ ഗേവ് റോബോ ടു എ ബോയ്. ഞാൻ എൻ്റെ റോബോയിനെ ഒരു ബോയ്ക്ക് കൊടുത്തു അല്ലേ? പാർക്കിൽ വെച്ച് കണ്ട ഒരു ബോയ്ക്ക് കൊടുത്തു. എന്തിനാണ് കൊടുത്തത്? ആ ബോയ്ക്ക് നടക്കാൻ പറ്റില്ല അല്ലേ? ഹി കനോട്ട് വാക്ക്. അവന് നടക്കാൻ പറ്റില്ലായിരുന്നു. വീൽ ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ റോബോനെ കൊടുത്തു അല്ലേ? അപ്പോൾ റോബോ വീൽ ചെയറായി മാറി ആ ബോയ്ക്ക് കൊടുത്തു എന്നാണ് സിയയുടെ ഫ്രണ്ടിനോട് പറഞ്ഞത്. അപ്പോൾ ഫ്രണ്ട് ചോദിക്കുകയാണ്, വൈ ഡിഡ് യു ഗിവ് ടു ഹിം?
നീ എന്തിനാണ് അവന് കൊടുത്തത്, നീ അവൻ എന്തിനാണ് കൊടുത്തതെന്ന് പറഞ്ഞിട്ടില്ല. അവന് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട് ചോദിക്കുകയാണ് നീ എന്തിനാണ് കൊടുത്തത്. അപ്പോൾ സിയ എന്തായിരിക്കും പറയുക, ഹി കനോട്ട് വാക്ക്, അവന് നടക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് കൊടുത്തത്. ഹി കനോട്ട് വാക്ക്, കനോട്ട് പറഞ്ഞാൽ കഴിയില്ല, അവന്, ഹി കനോട്ട് വാക്ക്, വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കാൻ. അപ്പോൾ ഹി കനോട്ട് വാക്ക് എന്നാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയാണ് കോൺവെർസേഷൻ വന്നത്. അപ്പോൾ റോബോട്ട് എന്ന പാഠഭാഗത്തു നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളെ ലാസ്റ്റത്തെ ചാപ്റ്റർ അതാണ്. അപ്പോൾ ഏത് രീതിയിലും കോൺവെർസേഷൻ ചോദിച്ചേക്കാം. അപ്പോൾ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹൈസ്കൂൾ അറ്റാച്ച്ഡ് LP ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് എങ്ങനെയായിരുന്നു, ബോയുടെ അമ്മ ചോദിക്കുകയാണ് നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്, ഈ റോബോട്ട് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിയ എനിക്ക് തന്നതാണ്, സിയ ഗേവ് ടു മീ എന്നായിരുന്നു എഴുതാൻ വന്നത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരാണെങ്കിൽ കാണാൻ ശ്രമിക്കുക കേട്ടോ. ആക്ടിവിറ്റി നമ്പർ 5, ആഡ് മോർ ലൈൻസ്. ആഡ് മോർ ലൈൻസ് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന ക്വസ്റ്റ്യനാണ്. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് സിങ് ആഫ്റ്റർ ഹെർ ആൻഡ് ആഡ് മോർ ലൈൻസ് ടു ദ റൈം. അപ്പോൾ റൈമാണ് അത്. അവിടെ കുറേ ജീവികളിലെ ആനിമൽസ് ഉണ്ട്, പിന്നെ ഒക്കെ തന്നിട്ടുണ്ട്. ആരൊക്കെയായിരുന്നു, ഡോഗ് ഉണ്ട്, മൗസ് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, ക്യാറ്റ് ഉണ്ട് ആൻഡ് ഹണി ബീ ഉണ്ട്. അപ്പോൾ എന്താണ്, ഓൺ ദ വേ ബാക്ക് ടു ഹോം, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ, ഇഫ് യു മീറ്റ് എ ഡോഗ്, നിങ്ങളൊരു ഡോഗിനെ കണ്ടാൽ, വാട്ട് വിൽ ഇറ്റ് സേ, എന്തായിരിക്കും അത് പറയുക, ബൗ വൗ ബൗ വൗ. ഇതായിരുന്നു 4 ലൈൻസ് ഡോഗിനെ പറ്റിയാണ് പറഞ്ഞത്. രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ എന്തായിരുന്നു, ഓൺ ദ വേ ബാക്ക് ടു ഹോം, ഇഫ് യു മീറ്റ് എ ഫ്രോഗ്, വാട്ട് വിൽ ഇറ്റ് സേ, ക്രോക്ക് 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 ക്രോക്ക്. അപ്പോൾ ഫ്രോഗിൻ്റെ സൗണ്ട് എന്തായിരുന്നു, ക്രോക്ക് ക്രോക്ക് എന്നായിരുന്നു. ഡോഗിൻ്റെത് ബൗ വൗ ആയിരുന്നു. ഇനി നമുക്ക് ഇവിടെ ഏത് ഓപ്ഷൻ വേണമെങ്കിലും എടുക്കാം. മൗസ് വേണമെങ്കിൽ സിപ്പ് സിപ്പ്, എന്ന സൗണ്ടിൽ ഹണി ബീ ഉണ്ട്. പിന്നെ നമുക്ക് വേണേൽ ക്യാറ്റ് എഴുതാം. നമുക്കിവിടെ ക്യാറ്റ് എഴുതാം. ക്യാറ്റിൻ്റെ സൗണ്ട് എന്തായിരുന്നു, മ്യാവ് മ്യാവ് അല്ലേ. അപ്പോൾ ഈ ആനിമൽസിൻ്റെ സൗണ്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണേ. അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാം, ഓൺ ദ വേ ബാക്ക് ടു ഹോം ഇഫ് യു മീറ്റ് എ ക്യാറ്റ് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, ഓൺ ദ വേ ബാക്ക് ടു ഹോം ഇഫ് യു മീറ്റ് എ ക്യാറ്റ് വാട്ട് വിൽ ഇറ്റ് സേ, മ്യാവ് 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 മ്യാവ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഇംഗ്ലീഷ് ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക, നന്നായിട്ട് പഠിക്കുക, എക്സാമിന് നിങ്ങൾക്ക് എളുപ്പമാക്കട്ടെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കീപ്പ് വാച്ചിങ്. താങ്ക് യു.